ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നത് ഈ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയുടെ മുന്നിലൂടെയാണ്. ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇത് ആ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയിൽ ഇറങ്ങിയിട്ടൊരു ഉണ്ണിയപ്പമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ ഒരു ഹൈപ്പിനുള്ളതുണ്ട്, നല്ല സോഫ്റ്റ് കുറച്ച് സൈസുള്ള ഉണ്ണിയപ്പം. ഒരു 10 ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റിന് 60 രൂപയൊക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ അവിടുന്ന് 1-2 ഉണ്ണിയപ്പം ഒക്കെ കഴിച്ചു. ഇങ്ങനെ ഈ പുല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ഒരു കുടിൽ സെറ്റപ്പിലാണ്. വെൽക്കം ബാക്ക് ടു നമ്മളിപ്പോ കൂർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂർഗില് വിരാജ്പേട്ടിലെ ഒരു ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലേക്കാണ് യാത്ര. നമുക്ക് ക്ലബ് മഹീന്ദ്ര ഓഫർ ചെയ്ത 2 ദിവസത്തെ 2 നൈറ്റ് സ്റ്റേ. ക്ലബ് മഹീന്ദ്ര വിരാജ്പേട്ട്. പാർക്കിംഗ് അങ്ങോട്ടല്ലേ? മെയിൻ ഗേറ്റ് കടന്നു കഴിഞ്ഞിട്ട് കുറച്ച് വരാൻ തന്നെ ഉണ്ട്, റിസപ്ഷനിലേക്കും പാർക്കിങ്ങിലേക്കും ഒക്കെ. അത് കണ്ടാൽ തന്നെ അറിയാം റിസോർട്ട് നല്ലൊരു ഏരിയ ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് വന്നതാണ്. സോളാർ പാനൽസ് ആണ് കാർ പാർക്കിങ്ങില്. വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. തിരക്കില്ലേ? അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. ഫുള്ള് ടാക്സി, കൂടുതലും ടാക്സിയാ. ഇവിടെ വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. നമ്മള് വണ്ടി അവർക്ക് കൊടുത്താൽ ഒരു പാർക്ക് ചെയ്തിട്ട് നമുക്ക് കീ കൊണ്ടുതരും. പോകുമ്പോൾ അവരെടുത്തിട്ട് റിസപ്ഷനിൽ കൊണ്ടുതരും. നമ്മള് പാർക്കിംഗ് കാണാൻ വേണ്ടിട്ട് വന്നതാ. നല്ല പ്രോപ്പർട്ടി ആണല്ലേ? നല്ല പച്ചപ്പ് നിറഞ്ഞ കാട്ടിലൊരു ഏരിയ അല്ലേ? ഇൻസ്റ്റാ വർത്തി ഷോട്ട്, സെൽഫി പോയിന്റ്. മീനുണ്ട് സിയ? ചെറിയൊരു പൂള് പോലെ ഇവിടെ ടൈലിട്ട് ക്രിയേറ്റ് ചെയ്താലേ. റിസപ്ഷന്റെ മറ്റൊരറ്റത്തേക്ക് വന്നാല് ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ താഴോട്ട് പോവാനുണ്ട്. അവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ കാണുന്നുണ്ട്. ബഗീലാണ് നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോവുക. Coffee plantation is that side. Okay. So before making this property, it was like totally coffee plantations. Okay. Here we have 177 rooms with 8 blocks. The blocks name has been given by butterfly names, like Imperial, Onyx, Birdwing, Albatross, Paper. ഫൺ ഹാപ്പി ഹബ്ബാണത്. സ്വിമ്മിംഗ് പൂൾ. ജിയമോള് പൂളിൽ പോകാൻ സെറ്റാണ്. പൂൾ അറ്റയറും സേഫ്റ്റി ജാക്കറ്റൊക്കെ പിടിച്ച്. തിളങ്ങുന്ന ഒരു ബ്ലൂ കളർ ടൈൽസ് ആണ്. നമ്മള് ആൽബട്രോസിലെത്തി ഗൈസ്. ഇവിടെ പൂമ്പാറ്റുണ്ട്, പൂമ്പാറ്റകൾ. ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള റിസോർട്ടുകളിൽ ദ ലാർജസ്റ്റ് റിസോർട്ടായിരുന്നു കേട്ടോ ഇത്. അപ്പം അത്രയും ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തേക്ക് പോകാനും ഭംഗിയാണ്. നമുക്ക് നടക്കണമെങ്കിൽ നടക്കുകയും ചെയ്യാം.
അപ്പം പെട്ടെന്ന് പോകണമെങ്കിൽ ബഗ്ഗിയിൽ പോവുകയും ചെയ്യാം. ഇപ്പോൾ ഇത് ബഗ്ഗിയിൽ പോയ സമയത്ത് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഓരോ ബിൽഡിങ്ങിലായിട്ട് കുറേ റൂംസാണ്. ഓരോ ബിൽഡിങ്ങും പൂമ്പാറ്റകളുടെ പേരാണ് അവർ ഇട്ടിട്ടുള്ളത് ഓരോ ബിൽഡിങ്ങിനും, കാരണം അവിടെ അത്രയും പൂമ്പാറ്റകളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബഫറ്റ് ആസ് യൂഷ്വൽ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് അറിയാലോ. അപ്പോൾ കട്ട് ഫ്രൂട്ട്സ്, 1-2 ടൈപ്പ് ജ്യൂസുകൾ, പിന്നെ സാലഡ്സ്, നട്ട്സ്, പിന്നെ കോൺഫ്ലേക്സ്, പിന്നെ അതാ മെയിൻ കോഴ്സുകൾ പോലെ ഉള്ള സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അലീസ ഉണ്ട്, ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവ്, ടൊമാറ്റോ റൈസ്, പിന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സാമ്പാർ, രാഗി മഡ്, പിന്നെ ഇഡ്ഡലി, പേസ്ട്രീസ്, ക്രോസൻസ്, കേക്ക്സ്, പിന്നെ ദോശൻ്റെ കൗണ്ടർ, ഓംലെറ്റ് കൗണ്ടർ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ലൈവ് ഐറ്റംസ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്കും ഇരിക്കാനുണ്ട്, അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച്. നമ്മളിത് എന്താ ഓംലെറ്റോ? എന്തോ മസാല ഓംലെറ്റ് ആണല്ലോ അല്ലേ. നല്ലോണം ഫുഡ് കഴിച്ചാൽ കുറേ സമയം കിഡ്സ് പ്ലേ ഏരിയയിൽ കളിക്കാം. ഓക്കെ, ഇത് ഓംലെറ്റ് അല്ല സിയ, എന്തോ ഒരു ടൈപ്പ് ദോശയാണല്ലോ പപ്പ വാങ്ങി തന്നത്. ദോശൻ്റെ മേലെ ആ ദോശൻ്റെ ഒരു പൊടി ഇട്ടതാ. ഇത് പൊടി ദോശയാണ് കേട്ടോ. മഷ്റൂം മസാല ദോശ, മൈസൂർ മസാല ദോശ. നമ്മൾ മൈസൂരിൽ നിന്ന് കഴിച്ചത് ഒറിജിനൽ മൈസൂർ മസാല ദോശയുടെ. ഇതാ ടേസ്റ്റ് ഉണ്ടോ? സാമ്പാർ വേണമെങ്കിൽ ഓക്കെ. ഇത് സാമ്പാറാണോ പപ്പടത്ത്? ഇത് സാമ്പാറാണല്ലോ. ഈ കുത്തിക്കോ. ഈ ഒരു സാധനം എവിടെ കാണുമ്പോഴും ഞാൻ എൻ്റെ അനിയത്തിന് ഓനോനെ ഓർക്കും, കാരണം ഞങ്ങൾ രണ്ടാളുടെ ഒരു ഫേവറേറ്റ് സാധനമാണിത്. ചൈൽഡ്ഹുഡ് കുറച്ച് മുന്നേ മുതലേ സോസേജസ് ആണ്, ചിക്കൻ സോസേജസ്. അപ്പോൾ ഏത് ബൊഫയിൽ പോയാലും ഞങ്ങൾ ഫസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം ഇത് ആയിരിക്കും. ഇതുണ്ടോയെന്നായിരിക്കും നോക്കുക കേട്ടോ. ഇപ്പം ഞങ്ങൾ കടന്നു ചെല്ലുന്നത് ക്ലബ് മഹീന്ദ്രൻ്റെ ഹാപ്പി ഹബിലേക്കാണ്. ക്ലബ് മഹീന്ദ്രൻ്റെ എല്ലാ റിസോർട്ട്സിലും ഉള്ള ഒരു ഗെയിം എൻ്റർടൈൻമെൻറ്റിനുള്ള ടീമാണ് ഹാപ്പി ഹബ്ബ്. അപ്പോൾ ഇവിടുത്തെ ഹാപ്പി ഹബ്ബ് കുറച്ച് വലുത് തന്നെയാണ്. ഇതിനകത്ത് ഇൻഡോർ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, ഔട്ട്ഡോർ കിഡ്സ് പ്ലേ ഏരിയ നേരത്തെ വേറെ ഉണ്ട്. നമ്മൾ റിസപ്ഷനിൽ നിന്ന് ഇങ്ങനെ കാണിച്ചിരുന്നല്ലോ, അങ്ങോട്ട് നമുക്ക് പോകണം. അപ്പോൾ ഈ ഹാപ്പി ഹബ്ബിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് വരുന്നത് നോക്കാം. പിന്നെ ഇവിടെ ഷോപ്പിങ്ങിനുള്ള അത്യാവശ്യം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോസ് എടുക്കണമെങ്കിൽ ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ ഗെയിം ബോർഡ്സ് ഉണ്ട്, ചെസ്സ്, ലൂഡോ, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ചിൽഡ്രൻസിന് പെയിൻറ്റിങ്, വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ക്യാരംസ് ഉണ്ട്, പാരൻസിനാണെങ്കിൽ ക്യാരംസ്, ടേബിൾ ടെന്നീസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ പ്ലേ ഏരിയ, ഇൻഡോർ പ്ലേ ഏരിയ ഒരു ലാർജ് പ്ലേ ഏരിയ ആണ്. പുറത്തു ഉള്ള ഔട്ട്ഡോർ പ്ലേ ഏരിയ വേറെ ഉണ്ട്. There's a dance workshop is going on. You can join. Okay. കളിക്ക. എവിടെ വർക്ക്ഷോപ്പ്? ഡാൻസ് അറിയാത്ത ഞാൻ മാനം കിടും. ഇവിടെയാണ്. Okay, thank you. Yeah. Your name? Prashant. Dance master Prashant. Your name? Sneha. Ayo? Kaverappa. Okay. Okay, thank you. It was a nice time. Thank you.
ഈ ഹാപ്പി ഹബ്ബിൽ ഓരോ ടൈം വെച്ചിട്ട് ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഡാൻസ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരു ഡാൻസ് അവർ പഠിപ്പിച്ചതുണ്ട് കേട്ടോ. അതിൻ്റെ റീല് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. അപ്പം പിന്നീട് ഞങ്ങൾ വന്നത് അവിടെ തന്നെ ഒരു കോഫി ബീൻസ് അപ്പം തന്നെ നമുക്ക് പൊടിച്ചിട്ട് ഫ്രഷ് കോഫി പൗഡർ തരുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ്. പല ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ബീൻസ് ഉണ്ട്, നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇതിലൊരു ബാഗ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ബാഗും ടോപ്പ് കുർത്തീസ് അങ്ങനത്തെ ക്ലോത്ത്സ് ഐറ്റംസും നമുക്ക് ടൂർ വന്ന് ഹഗയിൽ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ നമുക്ക് വാങ്ങണമെങ്കിലോ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ബേർഡ് വിങ്, നമ്മൾ ആൽബട്രോസ്, അതൊക്കെ ഓരോ ബിൽഡിങ്സാണ്. ഹാപ്പി ഹബ്ബ് ഗെയിമിൻ്റെ സെക്ഷന്, സ്വിമ്മിംഗ് പൂള്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, സ്പാ ആൻഡ് ജിം. ഇങ്ങോട്ട് കണ്ടോ ഫുള്ള് ഹാരോ മാർക്സ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പാനി സൂപ്പർ ടേസ്റ്റാണ്. ക്യാപ്പിടണോ? ഓക്കെ ക്യാപ്പിടണോ? ഫൺ കുക്കിംഗ്. Sorry, green yellow, red bell pepper, yellow bell pepper and capsicum. And जो brinjal है वो ऑलरेडी फ्राई है. इसके लिए इंग्रेडिएंट्स है ब्लैक पेपर, सॉल्ट, ओरिगेनो, रोजमेरी, थाइम एंड बारबेक्यू सॉस. Fun cooking. What was the name of this dish? Chargil Mediterranean. Chargil Mediterranean. It's okay? Taste. ക്ലബ് മഹീന്ദ്ര. അവിടെ കാണുന്നതാണ് കിഡ്സ് പ്ലേ ഏരിയ, ബാഡ്മിൻ്റൺ കോർട്ട്, ക്രിക്കറ്റ് കോർട്ടൊക്കെ. ഫൺ സയൻസ് ലാബ് ഉണ്ട്, നമുക്ക് പോകണം. ഫൺ സയൻസ് ലാബിലേക്ക് എൻ്റർ ചെയ്യണം. എന്താ പറഞ്ഞേ? എന്തിനത്? അവിടെ എന്തെങ്കിലും പറഞ്ഞോ? സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഓക്കെ ഓക്കെ താങ്ക് യു. നമുക്ക് അവിടെ പോവാം. കിഡ്സ് പ്ലേ ഏരിയ, ഔട്ട്ഡോർ പ്ലേ ഏരിയ. അഡ്വെഞ്ചറസ് ഗെയിംസ്. കുഞ്ഞാപ്പ് കണ്ടു കിടക്കും ചേച്ചിക്ക്. ചേച്ചി കുഞ്ഞാപ്പ് കയറാക്കും. അടുത്തേലും വെക്കുമ്പോൾ കയറി കയറി കേട്ടോ. കഴിഞ്ഞ ഇങ്ങോട്ട് കാണാം. ഇങ്ങോട്ട് ചേച്ചി വരണ്ടേ? ചേച്ചി വരുന്നില്ല. കിട്ടും ഇങ്ങോട്ടിരി. ചേച്ചി വെയിറ്റ് ചെയ്യട്ടെ. ചേച്ചി വരും. കൈ ചോട്ടെ ഇതിലൂടെ വാ, ഇതിലൂടെ.
ഇതിനിറങ്ങണ്ട, വീണോ അതിലൂടെ തന്നെ പോയി കീഞ്ഞു പോയി. ഇത് ചളിയാ. കം അടുത്ത നമ്മൾ പോകുന്നത് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിൻ്റെ സെക്ഷനിലേക്കാണ്. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊണ്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. ഓള് പോയി നാളെ നമ്മളെ ഓള് സിപ്പ് ലൈന് പോയി. കുഞ്ഞുമാ What's your name, Nazia? Tell your name. പേര് സ്നേഹം കൊണ്ടാണോ ഓക്കും ചെയ്യാനാണോ എന്നുള്ളവർക്ക് നമുക്ക് ചോദിച്ചു നോക്കണം. സ്പീഡിലേരി എന്തിനാ കരഞ്ഞിന്? എന്തിനാ കരഞ്ഞിന്? പപ്പ പോയിട്ടോ? പച്ചോനെ അന്നെ അല്ല പച്ചോനെ പയറുണ്ട്. ഇവരെ ലഗേജ് കൊണ്ടുപോകാനുള്ള ബഗ്ഗിയാണിത്. സെപ്പറേറ്റ് ഒരു ബഗ്ഗി ലഗേജ് കൊണ്ടുപോകാൻ. നമ്മളെ റൂമിൽ വന്നിട്ട് നമ്മൾ ലഗേജ് എടുത്തിട്ട് ഇത് വെച്ചിട്ട് പോവും. അപ്പം അങ്ങനെ നമുക്ക് റിസോർട്ടിൽ നിന്ന് പോകാൻ സമയമായിട്ടുണ്ട്. 2 ദിവസം ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തു. റൂം ടൂർ ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ, കാരണം വീഡിയോ മിസ്സായതാണ്. പിന്നെ ക്ലിയർ ഇല്ലായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്ത് കുറച്ച് ഇരുട്ടായ സമയമായിരുന്നു. അപ്പോൾ റൂം ആസ് യൂഷ്വൽ നല്ല റൂമായിരുന്നു. എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജിയമോക്ക് സെപ്പറേറ്റ് ഒരു സോഫ കം ബെഡ് തന്നെ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി. ഇന്ന് ഫ്രൈഡേ ആണ്. ഒരു ജുമാത്ത് പള്ളി ഉണ്ട്, അവിടെ കയറി ജുമാക്ക് നിസ്കരിച്ച് ജുമാത്ത് പള്ളി നല്ല പള്ളി. പിന്നെ ഇത് കൂർഗ് ഡിസ്ട്രിക്റ്റ് ആണല്ലോ. പിന്നെ അവിടെ കയറിയപ്പോൾ ഞാൻ അവിടുത്തെ ബോർഡുകളും പോസ്റ്ററുകളൊക്കെ കന്നഡ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ഉസ്താദ് അറബിയിൽ കുത്തുബൊക്കെ ചെല്ലു കഴിഞ്ഞ് കന്നഡയിൽ സംസാരിക്കുന്നു പ്രതീക്ഷിക്കുക. ഉസ്താദ് അത് കഴിഞ്ഞ് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പ്രസംഗിക്കുന്നതൊക്കെ മലയാളത്തിലാണ്. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിപ്പോയി. കന്നഡക്കാരാണ്, പക്ഷെ മലയാളമാണ് സംസാരിക്കുന്നത്. ബോർഡർ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ബോർഡും ഒക്കെ കംപ്ലീറ്റ് ഒന്നും ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒന്നുമില്ല. ഓരോ ലാംഗ്വേജ് കന്നഡ മാത്രം. ബോർഡൊക്കെ കന്നഡ. സംസാരം കൂടുതലും മലയാളമാണ്. മലയാളികൾ കുറേ ഉണ്ട്.